നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആ വ്യാമോഹവും നടന്നില്ല. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികളോട് സർക്കാരിനും പാർട്ടിക്കും ഇപ്പോഴും പ്രത്യേക താല്പര്യമാണ്. അവരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ ഒരു പഴുത് നോക്കി നടക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ അവരെ ചാടിക്കാൻ നോക്കുമ്പോഴെല്ലാം നിയമവും നീതിയും സത്യത്തിന്റെ ഭാഗത്ത് തന്നെ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാ പഴുതുകളും അടയുകയാണ് അവർക്ക് മുൻപിൽ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തുടക്കമിട്ട രാഷ്ട്രീയ തടവുകാരും ജീവപര്യന്തവും ശിക്ഷിക്കപ്പെട്ടവരും അടക്കം 900 പേർക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ മറവിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് കൂടി ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു. എന്നാൽ അത് 8 നിലയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ആസാദി കി അമൃത് മഹോത്സവ് എന്ന പേരിലുള്ള കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരമാണ് ശിക്ഷ ഇളവ് അനുവദിക്കുന്നത്. ഇളവില്ലാതെ 20 വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേകം വിധിച്ചിട്ടുള്ള ടി.പി. കേസ് പ്രതികളിൽപ്പെട്ട ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, കെ. സിജിത്ത് എന്നിവർക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ നടപടികളെടുത്തത്. 3 പേർക്ക് അതീവ രഹസ്യമായി ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം പക്ഷേ ഇതോടെ തകർന്നു. പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം പ്രശ്നം അവസാനിപ്പിക്കാനാണ് ജയിൽ വകുപ്പിന്റെ നീക്കം. വാർത്തയുണ്ടാക്കിയ പൊതുവികാരം സർക്കാരും തിരിച്ചറിഞ്ഞു. അതിനിടയിൽ ജയിൽ സൂപ്രണ്ട് അയച്ച കത്ത് ചോർന്നതിൽ അന്വേഷണം നടത്തുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ടി.പി. കേസിലെ പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ലെന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നും ജയിൽ മേധാവി അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന് രാജ്യവ്യാപകമായി ചില ആലോചനകളും പദ്ധതികളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിലൊരു മാനദണ്ഡം 10 വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു. അതിനനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയത്. അങ്ങനെയാവാൻ ടി.പി. കേസ് പ്രതികളായ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് ഉൾപ്പെട്ടതെന്നും DGP പറഞ്ഞു. ടി.പി. കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. ഇനി പട്ടികയിൽ ഉൾപ്പെട്ടാൽ പോലും ജയിൽ ആസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ അവരുടെ പേർ ഉൾപ്പെടില്ലെന്നും ജയിൽ മേധാവി പറഞ്ഞു. ഫലത്തിൽ ആ നീക്കം പൊളിയുകയാണ്. ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോടും പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശിക്ഷ ഇളവ് നീക്കം വിവാദമായത്. ഇത് 2ാം വട്ടമാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. ആദ്യ തവണ കൊടിസുനിക്ക് പോലും ശിക്ഷ ഇളവ് നൽകാൻ നീക്കമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതീവ രഹസ്യമായാണ് ജയിൽ സൂപ്രണ്ട് നടപടികൾ എടുത്തത്. എന്നിട്ടും കത്ത് ചോർന്നത് ഇതിന് പിന്നിൽ നിന്നവരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നേക്കും. സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നെന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ. രമ MLA അടക്കം പ്രതികരിച്ചിരുന്നു. പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. പ്രതികളുടെ കൂടെയാണ് സർക്കാർ എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ്. കോടതി ലക്ഷ്യമാണിത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രമയുടെ വാക്കുകൾ. ഇതുകൂടി മനസ്സിലാക്കിയാണ് ജയിൽ മേധാവി അടിയന്തര വിശദീകരണവുമായി എത്തുന്നത്. ഫലത്തിൽ ടി.കെ. രജീഷിനും അണ്ണൻ സജിത്തിനും മുഹമ്മദ് ഷാഫിക്കും മോചനം സാധ്യമാകില്ല. ഈ മാസം ടി.പി. കേസ് പ്രതികളായ മനോജ്, മുഹമ്മദ് ഷാഫി, സിനോജ്, സിജിത്ത്, രജീഷ് എന്നിവർക്ക് പരോളും അനുവദിച്ചിരുന്നു. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, കെ. ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവരുടെ ജീവപര്യന്തവും തടവും മറ്റൊരു പ്രതിയായ പ്രദീപിന് 3 വർഷം കഠിന തടവുമാണ് 2014 വിചാരണ കോടതി വിധിച്ചത്. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിക്കുകയായിരുന്നു. ജീവപര്യന്തം തടവുകാർക്ക് 1 വർഷമാണ് ഇളവ് നൽകുക. മറ്റുള്ളവർക്ക് 15 ദിവസം മുതൽ 6 മാസം വരെ. ഇത് ശിക്ഷാ കാലാവധി കുറയ്ക്കും. രാഷ്ട്രീയ തടവുകാർക്ക് 15 ദിവസം മുതൽ 1 വർഷം വരെ ഇളവ് ലഭിക്കും. കേരള പിറവി, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നീ വിശേഷ അവസരങ്ങളിലും ഇളവ് കിട്ടും. ഇതുപയോഗിച്ച് ശിക്ഷാ കാലാവധി പൂർത്തിയാവും മുൻപേ പുറത്തിറങ്ങാനാവും. തടവുകാരുടെ ശിക്ഷ ഇളവിന് മന്ത്രിസഭയ്ക്ക് ശുപാർശ ചെയ്യാമെങ്കിലും ഗവർണറാണ് അനുമതി നൽകേണ്ടത്. കോടതിക്ക് ഇത് പുനഃപരിശോധിക്കാനാവും. 2012 മെയ് 4 രാത്രി 10 മണിക്കായിരുന്നു
CPIM വിട്ട് RMP സ്ഥാപിച്ച TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. TP ചന്ദ്രശേഖരനോടുള്ള CPIMന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം.